നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന 4 മാസത്തെ പെൻഷൻ തുക 6400 രൂപ വീതം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടും കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലും പെൻഷൻ വിതരണത്തിലെ കാലതാമസവും സംസ്ഥാന സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ 1-2 മാസത്തിലെ പെൻഷൻ തുക ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് എത്തിച്ചേർന്നു. ജനുവരി അവസാനത്തോടുകൂടി ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് LDF സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നതെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. ക്രിസ്മസ് പുതുവത്സരത്തോട് അനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോടൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്കുള്ള ആനുകൂല്യം കൂടി വിതരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ 2 മാസത്തിലെ പെൻഷൻ തുക 2 ഗഡുക്കളായിട്ടാണ് എത്തിച്ചേരുക. ആദ്യഘട്ട വിതരണത്തിലേക്കായി 3000 കോടി രൂപ സർക്കാർ നേരത്തെ തന്നെ വായ്പ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇത് കൂടാതെയാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി 1225 കോടി രൂപയുടെ കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം നടന്നത്. ഈ തുക കൂടി ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച തന്നെ പുറത്തുവരും. ഡിസംബർ മാസം 25-ന് മുന്നോടിയായി ആദ്യഘട്ടമെന്നോണം ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം വിതരണം ചെയ്യും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.